ഹായ് ഹലോ ദിസ് ഷാര വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാഫ്താൻ കുർത്തി ഉണ്ടാക്കാൻ പോവാണ്. തംബ്നെയിൽ പറഞ്ഞിരിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഷോൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഷോൾ കൊണ്ട് ഒരു കാഫ്താൻ കുർത്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന ഒരു യെല്ലോ കളർ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഷോൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചത് ചെറിയൊരു ലൈനിങ് കൂടി ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ നമുക്കിത് ലൈനിങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് അടിക്കാം. പക്ഷെ ഞാനിപ്പം ഷോൾ കൊണ്ട് കാഫ്താൻ കുർത്തി സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ ഈ ഒരു ലൈനിങ് തുണി വെച്ചിട്ട് ഞാനൊരു ഇന്നർ പോലെയും തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എല്ലാ അളവുകളൊക്കെ എടുത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൽ വീനക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. വീനക്കിൽ ഞാനൊരു 6 ഇഞ്ചാണ് അതിൻ്റെ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി ഉള്ളൊരു ചുരിദാർ വെച്ചിട്ടാണ് ഈ അളവ് മാർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും പറയാനില്ലാത്തത്. ഞാൻ ജസ്റ്റ് എൻ്റെ പഴയ ഒരു കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ചുരിദാർ വെച്ച് അളവെടുത്ത് വരച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഞാനിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വീനക്കാണ് കൊടുക്കുന്നത്. പക്ഷെ ബാക്ക് സൈഡിൽ ഞാനൊരു റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, പക്ഷെ ബോർഡേഴ്സ് കുറച്ച് റൗണ്ട് ആയിട്ടിരിക്കുന്ന പോലെ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഏകദേശം ഇന്നറിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇല്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഞാൻ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നെക്ക് ഇത് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ ചെറിയൊരു പീസ് ക്ലോത്ത് മടക്കി അടിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ സ്ലീവ്ലെസ് ആണ് ഞാനിപ്പം ഇന്നറായിട്ട് കൊടുക്കുമ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ സ്ലീവ്സും അതേപോലെ തന്നെ മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോൾ എടുക്കാം കേട്ടോ. ഷോൾ എടുത്തിട്ട് നമുക്ക് നമ്മുടെ കാഫ്താൻ കുർത്തി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് കാഫ്താൻ കുർത്തി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ആ ഇന്നർ വെച്ച് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇന്നർ ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ നെക്ക് ഇന്നറിൻ്റെ തന്നെ ആ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഉള്ളിൽ ചെറിയ പീസ് തുണി വെച്ചിട്ട് ഞാനിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനത്തെ ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് ഒന്ന് തേച്ച് കൊടുക്കേണ്ടി വരും, എന്നാലും അത് വൃത്തിക്ക് ഇരിക്കുള്ളൂ. നമ്മുടെ ഫ്രണ്ടിലെ ബാക്കിലെയൊക്കെ നെക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ നെക്ക് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാഫ്താൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്ത് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. അത്ര ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് അറിയാമെങ്കിൽ ആ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് യെല്ലോ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ഏകദേശം ഒരു ലെമൺ യെല്ലോ ആണ് വരുന്നത്. എൻ്റെ ഒരു പഴയ ഒരു ചുരിദാറിൻ്റെ ഷോളായിരുന്നു. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ ട്രൈ ചെയ്താൽ തോന്നിയത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി പുറത്ത് പോകുമ്പോഴും ജസ്റ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.